ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം, അതുപോലെ തന്നെ അത് സോഫ്റ്റായി കിട്ടാത്ത പ്രശ്നം, മാവ് ഒരുമാതിരി കുഴഞ്ഞു പോകുന്നൊക്കെ പ്രശ്നമായിട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ അതൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഇടിയപ്പം നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ടിപ്പായിട്ടാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. വീഡിയോ സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രം തന്നെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് മാവൊക്കെ കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു പാത്രം എടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. അപ്പം നമ്മൾ എടുക്കുന്ന അളവ് കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇത് നിർബന്ധമൊന്നുമില്ല. ഈ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി തേങ്ങാപ്പാൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ചേർക്കണ്ട. ഒരുപാട് ചേർത്താൽ കൂടിപ്പോരുകൊണ്ട് അല്പം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ തിളച്ച വെള്ളമാണ് കേട്ടോ. അത്യാവശ്യം നല്ലതായിട്ട് തിളച്ച് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. അതിങ്ങനെ പൊടിയിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ സാധാരണ വാട്ടിയെടുക്കല്ലേ ചെയ്യുന്നത്, അതുപോലെ അല്ല. നമ്മൾ ഇങ്ങനെ പൊടിയിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കട്ടോ. അതാണ് ഇടിയപ്പത്തിൻ്റെ മെത്തേഡ്. അതും വാട്ടിയെടുക്കുന്നത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. തിളച്ച വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ കിളറി കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് പൊടിയല്ല എടുത്തിട്ടുള്ളത്. അപ്പം 1 കപ്പ് പൊടിക്ക് ഇപ്പം ഞാൻ 1 കപ്പ് തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ വെള്ളത്തിൻ്റെ അളവിൽ ഡിഫറൻസ് വന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ച് ഡിഫറൻസ് വരും. അപ്പം നമ്മൾ ഇങ്ങനെ തിളച്ച വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് പൊടി എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ ഈ ഒരു മാവിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പോലെ അല്ല കേട്ടോ. കുറച്ചൊരു എന്താ പറയുക, ലൂസായിട്ട് വേണം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയിലാക്കിയാൽ നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ സേവനാഴി ഉണ്ടല്ലോ നമ്മുടെ, അതിനകത്തൊന്നും വരത്തില്ല. അപ്പോൾ പല ആളുകളും ആ മാവിൻ്റെത് കറക്റ്റ് ടെക്സ്ചർ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇടിയപ്പം മേക്കറിനകത്ത് വരാത്ത പ്രശ്നമൊക്കെ മാവ്. എനിക്ക് അങ്ങനെ വരാറേ ഇല്ല കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും, എന്താ ഇത്ര ഇടിയപ്പം ഉണ്ടാക്കാൻ ഇത്ര ടഫ്, എന്താ ഇങ്ങനെ ഇത്ര അമർത്തി വെക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ വിചാരിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ആ ചൂടിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് കുക്കാവണം. എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കി വരുന്ന ആ ടൈം കൊണ്ട് തന്നെ ഇതിന് ചൂടാറിയിട്ടുണ്ട്. കണ്ടോ, നല്ല ചൂടാറിയിട്ടുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് കുഴയ്ക്കാൻ പറ്റുന്ന രൂപത്തിൽ. ഒരുപാട് ചൂടോടുകൂടിയൊന്നും അങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ചൂട്. ഇപ്പം നമ്മൾ പത്തിരിക്ക് കുഴയ്ക്കുമ്പോഴാണ് പിന്നെയും ചെറിയ ചൂടിന് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അത്രയും കൂടെ അങ്ങനെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരുപാട് അങ്ങനെ തിളച്ച ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അത് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നല്ല സിമ്പിൾ. പിന്നെ ജസ്റ്റ് ഒന്ന് മാവ് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഈ പത്തിരിക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണമല്ലോ. പത്തിരീൻ്റെ എന്ന് വെച്ചാൽ ആ കുഴയിലാണ് പത്തിരീൻ്റെ പെർഫെക്ഷൻ. പക്ഷേ ഇതിനങ്ങനെ കുഴക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. വെള്ളം കൂടിപ്പോയാൽ നന്നായിട്ടുണ്ടാവില്ല, കുറഞ്ഞു പോയാൽ ഭയങ്കര കട്ടിയായിരിക്കും. നിങ്ങൾക്ക് സേവനാഴിയിലൂടെ വരത്തില്ല. അതിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഇതുണ്ടല്ലോ അതിനകത്തൂടെ വരില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതാ കണ്ടോ, ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ടുണ്ട് അതിങ്ങനെ ഒന്നും ഗ്രൈൻഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്ത്. ലാസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ മസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലോ വെളിച്ചെണ്ണയോ ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് എന്താണ് ചേർക്കണം. കാരണം ആ തേങ്ങേൻ്റെ ടേസ്റ്റും വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇടിയപ്പത്തിന്. നല്ല സോഫ്റ്റായി കിട്ടും നമ്മുടെ ഇടിയപ്പം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഭയങ്കര എളുപ്പമാണ് സത്യം പറഞ്ഞാൽ ഇടിയപ്പം ഉണ്ടാക്കാൻ. ഞാൻ മിക്ക ദിവസം ഉണ്ടാക്കുന്നത്. പല ആളുകളും ഭയങ്കര ടഫാണ്, ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര കഷ്ടപ്പാടല്ലേ, പാത്രങ്ങൾ തേൽക്കാലോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര എളുപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പിന്നെ എന്താ പറയുക ഇതാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സേവനാഴീൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടോ. ഇതിനകത്ത് ടാഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി നോക്കുക. ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് പ്രസ് ചെയ്തെടുക്കട്ടോ. ഇത് നമ്മുടെ ചുറ്റിക്കുന്ന സേവനാഴിയല്ല കേട്ടോ. സാധാരണ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഒരു സേവനാഴി. ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇതുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല സുഖമാണ്. ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ ഇങ്ങനെ വരും. പിന്നെ ഞാൻ ഈ പാത്രം നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒന്ന് എണ്ണ എന്തായാലും ഒന്ന് പാത്രത്തിന് മുകളിൽ തടവി കൊടുത്തോളൂ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ അതങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ 2 തട്ടാണുള്ളത്. അപ്പോൾ ഞാൻ 2 തട്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ വേറൊരു തട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ആ തട്ടിലേക്കും കൂടി അതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആവി കയറ്റിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി കയറ്റി എടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ആവി കയറ്റി എടുക്കാൻ. ഹൈ ഫ്ലെയിം അല്ലെന്ന് വെച്ചാൽ വെന്തിട്ടൂല. അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിം നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഫ്ലെയിം കുറച്ച് വെക്കൽ.
പിന്നെ എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമൊക്കെ ഞാൻ ഏത് പൊടിയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്, ഞാൻ ആമീസിൻ്റെ റോ റൈസ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴിവതും ആ പൊടി വാങ്ങാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പീടികയിൽ നിന്ന് ഇടപ്പോൾ പൊടി എന്ന് പറഞ്ഞാൽ കിട്ടുമല്ലോ, അതായാലും മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ചരിപ്പൊടി എടുത്തിട്ട് ചെയ്താലും എനിക്ക് നല്ലപോലെ കിട്ടലുണ്ട്. പത്തിരിക്കൊക്കെ പൊടിക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് എടുത്തിട്ട് ചെയ്താലും നല്ലപോലെ കിട്ടലുണ്ട് കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനിത് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാത്രത്തിലേക്ക് അപ്പാടെ തന്നെ ഒന്ന് ചൂടാറാനൊന്നും നിൽക്കണ്ട കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ കൂടുതൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ചൂടോടുകൂടി ആ എണ്ണയൊക്കെ നെയ്യൊക്കെ ഉരുകി നിൽക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് വേഗം ഞാൻ തട്ടി കൊടുത്താൽ മതി കേട്ടോ. അത് അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ അതന്നെ അങ്ങോട്ട് വിട്ട് കിട്ടും. കണ്ടില്ല ഇനി ഇങ്ങനെ അത് കണ്ടോ. ഇനി ഓരോന്നോരോന്നായിട്ട് എടുക്കണം എന്നുള്ള സൈഡ് ഇങ്ങനെ വിടിച്ചു കൊടുത്താൽ മതി. ആ ഭാഗം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി ഓരോന്നോരോന്നാക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, അത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്, നല്ല ടേസ്റ്റാണ്. ഞാനിപ്പുറത്ത് ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇടിയപ്പം സെറ്റായി വന്നിട്ടുണ്ട്. ഇടിയപ്പത്തിന് മാവ് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗമാക്കി ഞാനൊരു 4 തട്ട് ഇടിയപ്പമാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 2 തവണ 3 തവണ ആയിട്ട് ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോള് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് സെർവ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് അടിപൊളി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നോമ്പിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ റെസിപ്പീസാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന മുട്ടക്കറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.